നിങ്ങളിപ്പോഴും മരം വരച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണോ? എന്നാൽ ഇനി ഇങ്ങനെ വരയ്ക്കേണ്ട. ഐ വിൽ ഷോ യു അനദർ മെത്തേഡ്. ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ട് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ ഒരു മരം വരയ്ക്കണേ എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതേപോലെ മരത്തിന്റെ ഒരു റഫ് സ്കെച്ച് വരച്ചു കൊടുക്കുക. മരത്തിന്റെ ലീവ്സ് ഒക്കെ വരുന്ന ഭാഗം വരയ്ക്കാനായിട്ട് ഇതേപോലെ 2 ഓവൽ ഷേപ്പും വരച്ചു കൊടുക്കുക. ദെൻ ആ ഓവൽ ഷേപ്പിന്റെ ലോവർ പോർഷനിലായിട്ട് ഇതേപോലെ ഡാർക്ക് ഗ്രീൻ അടിച്ചു കൊടുക്കുക. പിന്നെ അതിന് മുകളിലായിട്ട് ലൈറ്റ് ഗ്രീൻ അടിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ പ്രഷർ കുറച്ചിട്ട് വേണം കളർ അടിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ദെൻ ടോപ്പ് പോർഷനിലായിട്ട് യെല്ലോ കളറും കൂടി അടിച്ചു കൊടുക്കുക. എന്നിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതേ പ്രോസസ്സ് തന്നെ മുകൾ ഭാഗത്തെ ഓവൽ ഷേപ്പിലും ചെയ്ത് കൊടുക്കുക. ദെൻ വീണ്ടും ഡാർക്ക് ഗ്രീൻ എടുക്കുക. എന്നിട്ട് ഇതേപോലെ അടിഭാഗത്തായിട്ട് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഡാർക്ക് കളർ കൂടുതലായിട്ട് അടിച്ചു കൊടുക്കുന്നത്. ഇതെന്തിനാ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ട്രീ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ടോപ്പ് പോർഷനിലോട്ട് വരുന്തോറും ലൈറ്റ് ഷെയ്ഡാക്കി കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. ദെൻ മരത്തിന്റെ ബോഡി പാർട്ടും കൂടി വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രീ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. വീഡിയോന്റെ തുടക്കത്തിൽ വരച്ച മരവും ഇപ്പോൾ വരച്ച മരവും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.